പിന്നെ നമ്മൾ വണ്ടിയിൽ എയർ ഹോണും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. സാത്താൻ്റെ പണി എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ എക്സ്പോർട്ടിൻ്റെ ഒരു സബും വരുന്നുണ്ട്. നമ്മളെ ആക്സസറീസിന്റെ ഒക്കെ ഇപ്പൊ ചെറുതായിട്ട് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഹോൾസെയിൽ റേറ്റ് നമ്മുടെ ഷോപ്പിലായാലും കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ജെനുവിൻ ബയർ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. 1956 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു വണ്ടി പുറത്തിറക്കി. ആ വണ്ടിയെ ജനങ്ങൾ അമ്പി എന്ന് സ്നേഹത്തോട് വിളിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപതി മുതൽ സാധാരണക്കാരൻ വരെയായിരുന്നു ആ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2014 ആധുനിക വണ്ടികൾ വന്നതുകൊണ്ട് ഈ ഒരു വണ്ടിയുടെ പ്രൊഡക്ഷൻ തന്നെ നിർത്തുക ചെയ്തു. എന്നാൽ ഇന്നും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല വിൽപ്പന ഒരു മോഡലാണ് അംബാസിഡർ. ആ ഒരു അംബാസിഡറിൻ്റെ പല മോഡിഫിക്കേഷൻ വേർഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് മോഡിഫൈ ചെയ്തിറക്കിയ ഒരു അംബാസിഡറാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് നമ്മുടെ അംബാസിഡർ. ഇത് 2006 മോഡലിലെ സ്ട്രൈറ്റ് സീരീസിൽ വരുന്ന വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ SM ലോഗോയും കാര്യമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് ചച്ചിരേടനാണ്. അപ്പം നമ്മൾ സാധാരണ അംബാസിഡർ നോക്കുമ്പോഴത്തേക്ക് അത് വൈറ്റ് കളറിലാണ് കാണുന്നത്. ഈ ഒരു വണ്ടിയുടെ കളർ നമ്മൾ കസ്റ്റമാക്കി നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറിൽ തന്നെ വണ്ടിയുടെ ഒരു ഒരു മാസിനെസ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു കളർ തന്നെ മതി വണ്ടി ഒരു ഫുള്ളി മോഡിഫൈഡ് നമുക്ക് വിളിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയ താറിൻ്റെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ വെക്കുന്ന പ്രൊജക്റ്റഡ് ലാമ്പോട് കൂടി വരുന്ന 2 ഹെഡ് ലാമ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ എന്നോട് ഇൻറ്റഗ്രേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതും കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അപ്പം അതും ഈ ഒരു ബ്ലാക്ക് കളറും കൂടെ വന്നപ്പോഴത്തേക്ക് വണ്ടി പക്ക ഒരു കോംബോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മളെ ഗ്രില്ലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ കസ്റ്റമായിട്ട് ഇവിടെ പണിഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു ഗ്രില്ലാണ്. സാറ് ബമ്പറും കാര്യമൊക്കെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ടിപ്പിക്കൽ അമ്പി തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് തന്നെ ഒരു പോലീസ് ലാമ്പും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയുടെ പഴയ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബമ്പറും കാര്യമൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മുകളിലത്തെ ക്യാപ്പും കാര്യവും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി ഒരു ക്ലാസിക് ലെജൻഡറി ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ കാലിക പ്രശസ്തിയുള്ള കുറച്ച് മോഡിഫിക്കേഷനാണ് വണ്ടിയിൽ വരുത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എൻജിൻ ബേ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് പൊങ്ങിയിരിക്കും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം കണ്ടോ, ഈ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇത് വന്ന് ലോക്കായിട്ട് വീഴും. അപ്പോൾ ഒരു പഴയ വണ്ടിയാണെന്ന് പറഞ്ഞാലും ആ ഒരു കുറച്ച് യൂണിക് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടയ്ക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് അത് അടിച്ച് മാറ്റണം. പിന്നെ നമ്മൾ വണ്ടിയിൽ എയർ ഹോണും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. സാധാ ഹോണൊന്ന് കേട്ട് നോക്കാം. അത് സാധാ ഹോണെന്ന് പറഞ്ഞിട്ടും വണ്ടി നല്ല ഹെവി ബാസാണ്. ഇനിയും എയർ ഹോൺ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ പൈപ്പ് അപ്പം സാധാ ഹോണും ഉണ്ട് എയർ ഹോണും ഉണ്ട്. രണ്ടും നല്ല ബാസ് സൗണ്ടാണ് വണ്ടിക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ എഞ്ചിൻ ബേയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് 1500cc ടിപ്പിക്കൽ അമ്പി കാണുന്ന സെയിം എഞ്ചിനാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ പഴയ മോഡലായതുകൊണ്ട് ആ ഒരു ഡിസൈൻ ഫിലോസഫിയിലാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. പിന്നെ പുതിയൊരു ബാറ്ററിയും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എഞ്ചിൻ ബേ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ ടിപ്പിക്കൽ അമ്പി കാണുന്ന ഇതിലാണ്. പിന്നെ അവിടെ എയർ ഹോണിൻ്റെ പൈപ്പും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ടിപ്പിക്കൽ ഹംബിയാണ്. ഇനി നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കളർ സ്കീം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കണ്ണിപ്പെടുന്ന വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു വീലാണ്. വൈഡ് ട്രം വീലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നമ്മൾ വെളിയിലോട്ട് തള്ളി മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ വീലിൻ്റെ സൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 205 15 ഇഞ്ച് വീലുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്കേർട്ടും കാര്യമൊന്നും കാണാൻ സാധിക്കത്തില്ല. എന്നാൽ തന്നെ ഈ ഒരു കളർ സ്കീമും ആ ഒരു വീല് തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി ഒരു പക്ക യൂണിക് ലുക്കാണ് സൈഡിൽ നിന്ന് തരുന്നത്. പിന്നെ ടിപ്പിക്കൽ ഡോറും കാര്യമൊക്കെയാണ് വണ്ടിയിൽ കൊടുക്കുന്നത്. സ്റ്റൈലിയും കാര്യമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് തച്ചിരേടൻ. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ചെറിയൊരു ക്യാപ്ഷൻ കാണുന്നുണ്ട്, സാത്താൻ്റെ പണി എന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ പെട്രോൾ ടാങ്കും ഡീസൽ ടാങ്കും കാര്യമൊക്കെ വെളിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിക്കി ഓപ്പൺ ചെയ്യുന്നതിൽ ഹൈഡ്രോളിക് സിസ്റ്റം വരുന്നില്ല. എന്നാൽ തന്നെ അതിനെ താങ്ങി നിർത്തുന്ന ഒരു കുറേ ഓൾഡ് ട്രിക്കും കാര്യമൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഹെവി സാധനമാണത്.
അപ്പം ഹൈഡ്രോളിക് സിസ്റ്റം ഇല്ലെങ്കിലും നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വന്ന് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു യൂണിക്നെസ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ വണ്ടിയിലൊരു സോണിയുടെ ആമ്പ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ടിൻ്റെ ഒരു സബും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിക്കി സ്പേസിൻ്റെ അവിടെ ഫുള്ള് നമ്മൾ റെഡ് തീം കൊടുത്തേക്കുവാണ്. പിന്നെ ഡിക്കിയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് രണ്ട് സെപ്പറേറ്റ് ആക്കി ഇരിക്കുകയാണ്. അപ്പം സബ്ബൊക്കെ വെച്ച് വണ്ടി ഹെവി ബാസാണ് വണ്ടിയുടെ സൗണ്ട്. ഞാൻ അകത്ത് കയറിയിട്ട് നിങ്ങളെ സൗണ്ടും കാര്യമൊക്കെ കേൾപ്പിച്ച് തരാം. പുതിയ കാറ് കാണുന്ന പോലെ തന്നെ ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ സ്പെയർ വീലും കാര്യമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അടയ്ക്കുമ്പോഴത്തേക്ക് എന്നാട്ടെ ഈ ഒരു ലോക്ക് നമ്മൾ ജസ്റ്റ് തട്ടി വിടുവാണെങ്കിൽ നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അടച്ചിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഏതപ്പോൾ നമ്മൾ വണ്ടിയുടെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സീറ്റ് സൗണ്ടാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ആ സൗണ്ടും കൂടെ ഞാൻ കേൾപ്പിച്ച് തരാം. പിന്നെ വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിലും ആ സെയിം കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. പിന്നെ മിററും ഒരു മോഡിഫൈഡ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മിറർ, ഹെഡ് ലാമ്പ്, ഈ പോലീസ് ലാമ്പ് ഒരു നല്ലൊരു ഫ്ലോയിലാണ് വണ്ടി നിൽക്കുന്നത്. ഇവിടെ പഴയ തനിമയെല്ലാം അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. മറ്റേ മുകളിലത്തെ ക്യാപ്പും കാര്യമൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ക്രോം എലമെൻ്റ് ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഒരു ക്ലാസിക്കലി ലെജൻഡറി ലുക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ വണ്ടി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയാണ് വണ്ടിയുടെ ഒരു ഡോറും കാര്യമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ വണ്ടി ഓപ്പൺ ചെയ്യുന്ന രീതി നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ പഴയ അമ്പിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പിന്നെ വണ്ടിയിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്നത് റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കും കാര്യമൊക്കെ വരുന്നത്. പിന്നെ ബ്രേക്കിംഗ് ക്ലച്ചും ആക്സിലേറ്ററും കൂടെ കൊടുക്കുന്നുണ്ട്. വണ്ടിയിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന സീറ്റിൻ്റെ പകരമായിട്ട് നല്ല ഹൈലി കുഷ്യനുള്ള സീറ്റും കാര്യമൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷ്വൽ മോഡിഫിക്കേഷൻ മാത്രമല്ല, വണ്ടിയിൽ കംഫോർട്ടിനും നമ്മൾ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ പാറ്റേൺ നമ്മൾ റെഡും ബ്ലാക്കും മിക്സായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ വണ്ടിയുടെ അടിയിലത്തെ മാറ്റും കാര്യമൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഒരു റെഡ് മയത്തിലാണ് കിടക്കുന്നത്. പിന്നെ വണ്ടിയിലെ മാറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഓൾഡാണ് കാണുന്നത്. കാരണം ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നുകൊണ്ട് നമ്മളിത് എടുത്തിട്ടതാണ്. പക്ഷേ എൻ്റെ അടിയിൽ കാണുന്ന മാറ്റും കാര്യമൊക്കെ റെഡ് തീമിൽ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് വണ്ടി ചെയ്തതാണ്. പിന്നെ നമ്മൾ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗിയർ ലിവറും കാര്യമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മോഡിഫൈഡ് രീതിയിൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഗിയർ ലിവറും കാര്യമൊക്കെ കൊടുക്കുന്നത്. ഇത് ടിപ്പിക്കലായിട്ട് വരുന്ന ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനുള്ളത്. വണ്ടിയുടെ സ്വിച്ചസ് എല്ലാം വണ്ടി റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇത് ഹെഡ് ലാമ്പ്, അതുപോലെ പാർക്ക്, പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന മുമ്പ് ചെയ്യുന്ന ഹീറ്ററും കാര്യമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിന് ലൈറ്റിൻ്റെ കൺട്രോളാണ്. പിന്നെ ഈ അഡീഷണൽ 2 സ്വിച്ച് എന്ന് പറയുന്നത് നമ്മളെ വണ്ടിയിൽ അഡീഷണൽ ചെയ്ത ലൈറ്റുകളും അതുപോലെ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും AC-യുടെയും ഒക്കെ കൺട്രോളാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് AC-യുടെ കൺട്രോൾ വരുന്നത്. ഇത് നമ്മൾ അഡീഷണൽ ചെയ്തതാണ്. AC-യുടെ ഓണും ഓഫും ഫാനിൻ്റെ സ്പീഡും കൺട്രോൾ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ മ്യൂസിക് സിസ്റ്റം. 4 AC വെൻറ്റും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. മീറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ മീറ്ററും ഫുള്ളി ഫങ്ഷനിലാണ്, ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ തന്നെ ടിപ്പിക്കൽ അമ്പിൽ കാണുന്ന ഒരു സ്റ്റിയറിംഗ് കാര്യം കൊടുക്കുന്നുണ്ട്. 2006 മോഡലായതുകൊണ്ട് ഈ ഒരു വണ്ടിയിൽ പവർ സ്റ്റിയറിംഗ് ഇല്ല. ഇതിൽ നമുക്ക് 2 പൈനിയറിൻ്റെ ഒരു ട്യൂറ്ററും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ് ലോക്ക് ചെയ്തൊക്കെ വെക്കാൻ സാധിക്കും. ഇതാണ് വണ്ടിയുടെ ഡാഷ്ബോർഡും കാര്യമൊക്കെ വരുന്നത്. ഒരു കൊച്ചു ഡാഷ്ബോർഡാണ് വണ്ടി കൊടുക്കുന്നത്. പിന്നെ വണ്ടിക്കകത്ത് തന്നെ ഒരു കൊച്ചു വണ്ടി മോഡിഫൈ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് വെച്ചതാണ് ഈ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടിപ്പിക്കൽ ലുക്കിൽ ആ ഒരു വണ്ടി ഫ്രണ്ട് നമുക്കിരുന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് മിററും കാര്യമൊക്കെ ബാക്കിലൊക്കെ നല്ല വിസിബിളാണ് നമുക്ക്. പിന്നെ ഡോർ പാഡിലേക്ക് നോക്കുവാണെങ്കിലും അവിടെ നമ്മൾ ടിപ്പിക്കൽ അമ്പി തന്നെയാണ് കാണുന്നത്. നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഒന്നും വരുന്നില്ല. പിന്നെ പഴയ ടിപ്പിക്കലായ രീതിയിൽ നമുക്ക് ഗ്ലാസ് ഓപ്പണിംഗ് കാര്യമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വണ്ടിയുടെ ലോക്ക് സിസ്റ്റവും കാര്യമൊക്കെ. അതുപോലെ ഞാൻ സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. സീറ്റും ഫുള്ളി കംഫോർട്ടിൽ ഒരു നല്ല ഹഗ് ചെയ്തിരിക്കുന്ന നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. അപ്പം ലോങ് റൈഡ് കംഫോർട്ട് ഈ ഒരു വണ്ടിക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ഗിയറിൻ്റെ ആ ഒരു നോബും കാര്യമൊക്കെ മാറ്റി അതും ഒരു മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വണ്ടി ഒരു വിഷ്വൽ മോഡിഫിക്കേഷൻ മാത്രമല്ല, അതിനുപരി വണ്ടിക്ക് ഒരു കംഫോർട്ടിനും കൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് റോയിലും കൂടെ കയറി നോക്കാം. വണ്ടിയുടെ ബാക്കിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന ആ ഒരു സീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയ ലെതർ സീറ്റുകളും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് നമുക്കിവിടെ നമുക്ക് ഒരു ആംബ്രസ്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് 2 പേർക്ക് നല്ല തൈ സപ്പോർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്ന നല്ല സീറ്റുകളാണ്. ഇതെല്ലാം നമുക്കൊന്ന് കയറി നോക്കാം. ഇപ്പം ഞാനൊരു 5.5 അടിക്കാരനാണ്, എന്നിട്ട് തന്നെ എൻ്റെ കാലുകൾ എനിക്ക് നല്ല വിശാലമായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. സീറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ചാരി നല്ല ലോങ് റൈഡ് കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ സീറ്റുകളാണ് കൊടുക്കുന്നത്. ഇവിടെ ചെറിയ പോക്കറ്റും കാര്യമൊക്കെ വരുന്നുണ്ട്.
ഫ്രണ്ടിൽ 2 ഹെഡർ വരുന്നുണ്ടെങ്കിലും ബാക്കിൽ ഹെഡർ ഇല്ല. പിന്നെ മുകളിൽ നമുക്ക് ടിപ്പിക്കലായിട്ട് കാണുന്ന ഒരു ലൈറ്റും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട രീതിയിലുള്ള സെയിം ഡോർ പാഡലും കാര്യമൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ വണ്ടിയുടെ മുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റെഡ് മയം ഒരു നല്ല രസമുണ്ട് വണ്ടി കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സച്ചിയുടെ വണ്ടി. കേരളത്തിലെ ആദ്യത്തെ അംബാസിഡർ മോഡിഫൈഡ് വണ്ടിയാണ്. അപ്പോൾ ഇതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് പല വണ്ടികളും പിന്നെ വന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് വണ്ടിയുടെ ഓണറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ നൗഫലിക്കോ ഉണ്ട്, അതുപോലെ തന്നെ ഫൈസലിക്കോ ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി? നമ്മൾ പണ്ട് മുതലേ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമ്മുടെ. ഓക്കെ, ആ വണ്ടിയാണ് മോഡിഫൈ? ആ വണ്ടി തന്നെ നമ്മളടുത്ത് മോഡിഫൈ ചെയ്തതാണ്. മോഡിഫൈ ചെയ്തത് നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഗ്യാരേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ ഓരോടുത്ത് കയറ്റി പണിയിച്ച വണ്ടിയാണ്. വീട്ടിൽ തന്നെ ഇപ്പോൾ മോഡിഫൈഡ് ആക്സസറീസ് കൊടുക്കുന്നത് കേട്ടല്ലോ. നമ്മൾ ആക്സസറീസിന്റെ ഒക്കെ ഇപ്പോൾ ചെറുതായിട്ട് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോൾസെയിൽ ആയിട്ട് നമ്മുടെ ഷോപ്പിലായാലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് കിരൺ എന്ന് പറഞ്ഞ്, അപ്പോൾ അവനും ഞാനും കൂടെ ചെയ്യുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ഡൽഹിയാണ്, പർച്ചേസിങ് കാര്യങ്ങളും എല്ലാം ഡൽഹിയിലാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ എല്ലാം ഹോൾസെയിലായിട്ടാണ് നമ്മൾ കയറ്റിയേക്കുന്നത്. അതേപോലെ ഇനി അടുത്ത നെക്സ്റ്റ് വണ്ടി ഉണ്ട്, ഒരു എക്കോസ്പോർട്ട്. അതിനകത്ത് മൊത്തം ഐറ്റവും ഹോൾസെയിൽ സാധനമാണ് കയറിയിരിക്കുന്നത്. നമ്മളെല്ലാം വീട്ടിൽ തന്നെ ചെയ്യും. പണി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അനുസരിച്ച് മേശിരിമാരെ കൊണ്ട് പണിയിക്കും. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടില്ല ഇതുവരെ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പണിയും, അല്ലാതെ ഒന്നുമില്ല. 2006 തന്നെ വീട്ടിൽ വന്ന വണ്ടിയാണ്. 2006 വന്നതല്ല, വേറൊരാളെ കൈ കിടന്ന് നമ്മൾ എടുത്തതാണ്. 2010 പണ്ട് മുതലേ അംബാസഡർ വിൻറ്റേജ് വണ്ടികളാണ് നമ്മുടെ വീട്ടിൽ. ഏകദേശം ജീപ്പും അംബാസഡറും മാത്രമാണ് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അംബാസഡർ ഓടിക്കുമ്പോൾ പൊളിയല്ലേ? അംബാസഡർ ഓടിക്കുമ്പോഴേ അതിനെ പറ്റി അറിയാൻ പറ്റും. മറ്റുള്ളവർ പറയുന്ന പോലെ അല്ല അംബാസഡറിനെ പറ്റി. ഇതിപ്പോൾ നമ്മളെ ഇതിലെ എവിടെ പോയാലും 4 പേര് നമ്മളെ നോക്കും. മോനെന്ന് പറഞ്ഞ് ചാടി വരും. പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പറയാം, മോനെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്, ഭയങ്കര ഇഷ്ടപ്പെട്ട് അതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത് തന്നെ. നമ്മൾ ബ്ലാക്കിലേക്ക് എത്താൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് ആയിരുന്നു വണ്ടി. അപ്പം നമ്മളെ നോക്കിയപ്പോഴത്തേക്ക് ബ്ലാക്കിൽ ഇച്ചിരിയും കൂടെ ക്യൂട്ട്നെസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമാണ് എല്ലാം തീരുമാനിക്കുന്നതെല്ലാം. നമ്മള് സാത്താന്റെ പണി. പിന്നെ ബാക്കിൽ കുറെ ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ചെറിയ പെയിന്റിന്റെ ഇതുകൊണ്ട് നമ്മൾ ഇടക്കേക്കും. അപ്പം നീ പെയിന്റിങ്ങിന് കയറ്റണം. അതെ. നമുക്ക് അതേപോലെ കുറെ ഫാൻസ് പിള്ളേരുണ്ട്. അവരും ഇതേപോലെ തന്നെ കോപ്പീസ് കുറെ ഇറക്കിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ സെയിം തച്ചിരേടൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത, ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഏതാ നമ്മുടെ വണ്ടിയുടെ ഫാൻസ് ഇഷ്ടം കാരണമാണല്ലോ അവന്മാർ പണിയുന്നത്. അതാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു അംബാസിഡർ മാത്രമല്ല, ഇവിടെ മറ്റൊരു അംബാസിഡറും കിടപ്പുണ്ട്. അതും ഫുള്ളി മോഡിഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു അംബാസിഡർ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു ജെനുവിൻ ബയർ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും പണിയേണ്ട ആവശ്യമില്ല. കാരണം ഫുള്ളി പണിഞ്ഞ വണ്ടി ഫുള്ളി സെറ്റായിട്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ജെനുവിൻ പ്രൈസിൽ ജെനുവിൻ ബയ്യർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങാൻ സാധിക്കും. ഇവരുടെ നമ്പറും കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വണ്ടി നിങ്ങൾക്ക് പണിയുന്നുണ്ട് ഇവർ. അപ്പോൾ നിങ്ങളുടെ നല്ല വണ്ടികൾ പണിയാനുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ ഇവരെല്ലാം ചെയ്തു തരും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് വണ്ടി ഇനി ഓടിച്ച് നോക്കി വണ്ടിയുടെ ബാക്കി വിഷയങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാരും അതുപോലെ തന്നെ നമ്മുടെ ടാക്സി ഡ്രൈവർമാരും ഈ ഒരു വണ്ടി ഒരു കാലത്ത് പ്രിഫർ ചെയ്തതെന്ന്. കാരണം നമ്മളിപ്പോൾ ഒരു കട്ടറുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. എന്നിട്ട് തന്നെ ഒരു ബോഡി റോളും നമുക്ക് വണ്ടിക്കകത്തോട് അനുഭവപ്പെടുന്നില്ല. നല്ല രീതിയിലുള്ള കംഫോർട്ടാണ് വണ്ടി നമുക്ക് തരുന്നത്. പിന്നെ ഓടിക്കാനാണെങ്കിലും വണ്ടിക്ക് നല്ല വലുവുണ്ട്, നല്ല ഒരു ടോർക്കി ഫീലാണ് വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ വണ്ടിയുടെ നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ, ഇത് 2006 മോഡൽ വണ്ടി ആയതുകൊണ്ട് ഇതിൽ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. പിന്നെ വെളിയിലോട്ട് തള്ളിയ വീലായതുകൊണ്ട് സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റ് ആണോ നമുക്ക് ചെറിയൊരു ഫീലുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ സൗണ്ട് അകത്തോട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു സ്പോർട്ടി ഫീലോ കിട്ടുന്നുണ്ട്. അപ്പം അത് അരോചകമാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഓടിക്കുന്നവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇത്രയും ഓൾഡ് മോഡൽ വണ്ടി ആയിട്ട് തന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളും കാര്യമെല്ലാം ഫുള്ളി ഫങ്ഷനിലാണ്. അതുപോലെ തന്നെ ഗിയറും ക്ലച്ചും കുറച്ച് ടൈറ്റ് ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സ്മൂത്ത് ആയിട്ട് വീഴുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്ര ഇമ്പ്രസീവ് ബ്രേക്കിംഗ് നമുക്ക് പറയാൻ സാധിക്കത്തില്ലെങ്കിലും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ഇനാഫാണ്.
ഇത് വിൻറ്റേജ് വണ്ടി ആയിട്ട് തന്നെ ഇപ്പോഴും വണ്ടി നല്ല കംഫോർട്ടും അതുപോലെ തന്നെ നല്ല പെർഫോമൻസുമാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വിൻറ്റേജ് വണ്ടികളുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇവർ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളവിടെ സെയിലിനിട്ട വണ്ടിയുടെ അകത്തെ പിക്കുകളും കാര്യമൊന്നും കാണിക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയും ആ വണ്ടിയും രണ്ടും സെയിം ആണ്. ഇതിൻ്റെ സെയിം ഇൻറ്റീരിയറാണ് അതിലും കൊടുക്കുന്നത്, ഇതിൻ്റെ സെയിം ഫീച്ചേഴ്സാണ് അതിലും വരുന്നത്. അതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ തച്ചിൻ്റെ അടുത്ത് അംബാസിഡറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടി കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഗപ്പിച്ചേട്ടനും കാര്യമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവർ ചേട്ടനാണ് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കൊണ്ടു തന്നത്. പിന്നെ ഇവരാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്, നമ്മുടെ ഓണേഴ്സും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള മോഡിഫൈഡ് വണ്ടികളുടെ മറ്റു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ആപ്പിൾ സൈനിങ് ഔട്ട്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.